ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്പൈസി ഷുഗർ. ഇന്ന് ഞാനിവിടെ ഒരു തേട് മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി മീൻകാരൻ അണ്ണൻ്റെ കയ്യിൽ നിന്ന് ഞാൻ തേട് മീനാണ് വാങ്ങിച്ചുകൊണ്ട് വന്നേക്കുന്നത്. അതൊന്ന് വെട്ടിക്കഴുകിയെടുക്കാൻ നല്ല പ്രയാസമാണ്. ആദ്യം ഞാൻ അതിനെ വിനാഗിരി ഒഴിച്ച് വെള്ളത്തിലിട്ടിരുന്നു. ആദ്യം പച്ചവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടിട്ട് പിന്നെ വിനാഗിരി ഒഴിച്ച് കുറച്ച് നേരം കൂടെ ഇട്ടു. ഒരു 10-15 മിനിറ്റോളം ഞാൻ വിനാഗിരിയിലിട്ട് വെച്ചു. അത് നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഈ വിനാഗിരിയിലിട്ട് വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ആ പാട പോലുള്ള ചുണ്ണാമ്പ് പോലുള്ള പാട ഇളകി വരാൻ നല്ല വൃത്തിക്ക് അത് ഇളകി വരുന്നുണ്ട്. പിന്നീട് ഞാൻ ഉപ്പ് പൊടിയല്ല ഉപ്പ് കല്ലിനകത്തിട്ട് ഉരച്ചെടുത്തു. പിന്നെ അതിൻ്റെ തലയൊക്കെ വെട്ടി കഴുകി ക്ലീനാക്കി തല വേറെ ആക്കി വെച്ചു. കഷ്ണങ്ങൾ ഞാൻ ഇങ്ങനെ വലിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇപ്പം മീൻ കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കയ്യിൽ ഇതിൻ്റെ മുള്ളൊക്കെ കൊണ്ട് കേട്ടോ. മുള്ളുകൊണ്ട് നല്ല വൃത്തിക്ക് കൈ ഇത്തിരി മുറിയുകയൊക്കെ ചെയ്തു. പിന്നീട് ഈ മീനിൻ്റെ ചേരുവകളാണ് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം ഞാൻ കാശ്മീരി മുളക് പൊടിയും എരിവെള്ള മുളക് പൊടിയും ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് പിന്നീട് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുറുകി ഒരു കുറുക്ക് പരുവത്തിൽ നല്ല വൃത്തിയിൽ കലക്കി വെച്ചു. പിന്നീട് ഗ്യാസ് സ്റ്റൗവിലേക്ക് ഞാനൊരു ചട്ടി വെച്ചു, വലിയൊരു ചട്ടി വെച്ചു. ഈ മീൻ കഷ്ണങ്ങൾ കുറച്ചുണ്ടല്ലോ. അപ്പം ഗ്യാസ് സ്റ്റൗവിലേക്ക് ഞാൻ ആട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ അതിലേക്ക് ആദ്യം ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവപ്പൊടിയല്ല ഞാൻ മീൻ കറിക്ക് ചേർക്കുന്നത്, ഉലുവയാണ്. ഉലുവ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, ഇതിനകത്ത് ഞാൻ തക്കാളിപ്പഴമൊന്നും ചേർക്കുന്നില്ല. അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ കലക്കി വെച്ചിരുന്ന ആ മുളക് പൊടിയുടെ മിശ്രിതം അതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു. നല്ല വൃത്തിക്ക് മൂത്ത് കിട്ടണം, എന്നാലേ കറിക്ക് ടേസ്റ്റ് വരത്തുള്ളൂ. അതിപ്പം നന്നായിട്ട് മൂത്ത് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് നമ്മൾ തിളപ്പിച്ചാർച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്താൽ മതി, കൂടുതൽ വെള്ളം വേണ്ട. ഓൾറെഡി ഇതിനകത്ത് കുറച്ച് വെള്ളം ഉള്ളത് കൊണ്ട് മീനിനകത്ത് കുറച്ച് വെള്ളം ഇട്ട് കൊടുത്ത് അതൊന്ന് തിളച്ച പരുവം വന്നപ്പോൾ ഞാൻ ആ തേടിൻ്റെ തലയും കഷ്ണങ്ങളും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കഷ്ണങ്ങളെല്ലാം മുങ്ങിക്കിടക്കുന്ന വിധത്തിലേ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇപ്പം കഷ്ണങ്ങളെല്ലാം പറക്കിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം ആവശ്യത്തിന്. ഇപ്പം ഉപ്പിട്ട് കൊടുത്തു. ഇനിയും ഇത് തുറന്ന് വെച്ച് തന്നെ വേവിച്ചെടുക്കുകയായിരുന്നു ഞാൻ. അടപ്പ് അടച്ചില്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ മീൻകറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.